തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 17, 18 വയസ്സേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ രാജുവേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മരുഭൂമിയിൽ എല്ലാവരും കണ്ണടച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ആ ഒരു മാനറിസം രാജുവേട്ടൻ പിന്നീട് ഉള്ള സീനുകളിൽ രാജുവേട്ടൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജിമ്മിച്ചായനായാലും ആളുടെ ഒരു ഒരു ആക്ടിങ് സ്റ്റൈലുണ്ട്. ഒരു ഭയങ്കര സബ്റ്റിലായിട്ടുള്ള കുറേ മൈക്രോ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ട് അയ്യോ എന്ന് പറഞ്ഞ് അമ്പരന്നൊക്കെ നിന്നിട്ടുണ്ട്. എനിക്ക് പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ ബെസ്റ്റ് തിങ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആള് ഒരു പ്രത്യേക ആളുടെ കണ്ണും ഒരു വിറയലും, എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള വിറയൽ, അത് കണ്ടിട്ട് എനിക്കും സത്യം പറയുകയാണെങ്കിൽ എനിക്കും കരച്ചിൽ വന്നു. ഞാനും പൊട്ടി. ചെറിയൊരു ഷോട്ട് ഉണ്ടായിരുന്നു, രാജുവേട്ടനെ പിടിക്കുന്നൊരു ഷോട്ടുണ്ട്. ആ ഷോട്ടിൻ്റെ ഇടയിൽ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു ലുക്ക് കൊടുത്ത് ഭയങ്കര ഇൻവെസ്റ്റ് ലുക്ക് ഉണ്ട്. അത് നമ്മളൊരു ദിവസം മഴ പെയ്തിട്ട് നമ്മൾ ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പൊടിക്കാറ്റ് നമ്മൾ റിയലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയം കഴിയുമ്പോൾ ഞാൻ നേരെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പണിക്ക് വേണ്ടി കയറും. ക്യാമറയുടെ മുമ്പിലെത്തുമ്പോൾ വേറൊരു മനുഷ്യനാവുകയാണ് ഇവരെല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആക്ച്വലി ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഇവരൊക്കെ. അവസാനത്തെ ടൈറ്റിൽ കാർഡ് ഡയറക്റ്റഡ് ബൈ ബ്ലസ്സി എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരു കരച്ചിലോടില്ലാതെ ഒരാളും പുറത്തിറങ്ങിയിട്ട് പോയിട്ടില്ല. ഇപ്പോൾ ബ്ലസ്സി സാർ എനിക്ക് തന്ന അഡ്വൈസസ് ഈ ഒരു സിനിമ ലോകത്തേക്ക് എത്തുന്നതിനും ഈ ക്യാരക്ടറിനും വേണ്ടിയിട്ട് ബ്ലസ്സി സാർ എനിക്ക് തന്ന അഡ്വൈസസ് എന്നൊക്കെ വെച്ചാൽ എപ്പോഴും ബി ഹമ്പിൾ. ബ്ലസ്സി സാർ കണ്ടുപിടിച്ചതും ബ്ലസ്സി സാർ എനിക്ക് പറഞ്ഞു തന്നതും ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ബ്ലസ്സി സാർ എനിക്കൊരു എക്സാമ്പിളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ലക്ഷ്മി ദേവി, സരസ്വതി ദേവി, യേശു ക്രിസ്തു, ഇവരൊക്കെ യേശുക്രിസ്തു വെള്ളത്തിൽ കൂടെ നടന്നത് അത് വെള്ളത്തിൽ കൂടെ നടന്നതല്ല, അദ്ദേഹത്തിൻ്റെ തലയിൽ എന്താ പറയുക തലക്കനം, അഹങ്കാരം, അഹം എന്ന ഭാവം ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ എപ്പോഴും നീയായിട്ടിരിക്കുക, ഹമ്പിളായിട്ടിരിക്കുക എന്നുള്ള ഏത് അവസരത്തിലാണെങ്കിലും അങ്ങനെ ഇരിക്കുക എന്നാണ് ബ്ലസ്സി സാർ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. പിന്നെ കഥാപാത്രത്തിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ഇതിന് ശേഷം ഫസ്റ്റത്തെ ഷെഡ്യൂളിന് എന്നോട് പറഞ്ഞ് ബി യുവർ സെൽഫ്, നീ എങ്ങനെയാണോ നിൻ്റെ മാനറിസങ്ങൾ, നിൻ്റെ ചിരി, നിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ചിരിയാണ് എനിക്ക് ആ ഫസ്റ്റ് ഷെഡ്യൂളിൽ വേണ്ടത്. അത് നീ എങ്ങനെയാണോ അതേപോലെ ബിഹേവ് ചെയ്യുന്നതാണ് ബ്ലസ്സി സാറ് പറഞ്ഞത്. പിന്നെ അതിന് ശേഷമുള്ള ആ ഒരു 3 വർഷം കഴിഞ്ഞിട്ടുള്ള ആ പീരീഡിന് വേണ്ടിയിട്ട് കുറേയധികം ഇൻപുട്ടുകൾ, കുറേയധികം എന്താ പറയുക നമ്മളെ റിസർച്ച് ചെയ്യാൻ പാകത്തിനുള്ള കുറേയധികം പുസ്തകങ്ങളും സിനിമകളൊക്കെ സാറ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട്, വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സാറിൻ്റെ മനസ്സിലുള്ള വിഷൻ, ഹക്കീമിനെ പറ്റിയിട്ടുള്ളൊരു വിഷൻ, അതെങ്ങനെയാവണം, ഹക്കീം എങ്ങനെയാവണം, അവന് കുറേ സ്വപ്നങ്ങളുണ്ട്, അവൻ്റെ സ്വപ്നങ്ങളൊക്കെ എപ്പോഴും ഹോപ്പായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഹക്കീം എന്നുള്ള, രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ ജീവിക്കുന്നത്. നജീബ് പക്ഷേ അങ്ങനെയല്ല, ഹക്കീമിനെ പോലെയല്ല. പക്ഷേ ഹക്കീം എപ്പോഴും ഹോപ്പിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് ബ്ലസ്സി സാർ എൻ്റെ അടുത്ത് ഹക്കീമിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. രാജുവേട്ടൻ എന്നോട് പറഞ്ഞതെന്താ വെച്ചാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു ന്യൂ ആക്ടറാണ്. അപ്പോൾ എൻ്റെ മാനറിസങ്ങളോ എന്നെ പറ്റിയിട്ടോ പുറത്തുള്ള ജനങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പോൾ എനിക്കൊരു അൾട്ടിമേറ്റ് ഫ്രീഡം ഉണ്ട്. എന്ത് രീതിയിലും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എനിക്ക് ആ കഥാപാത്രത്തിനെ. അപ്പോൾ അത് ചിലപ്പോൾ എൻ്റെ മാനറിസങ്ങളാവാം, അല്ലെങ്കിൽ വേറെ മാനറിസങ്ങളാവാം, എന്തോ ആവാം. അങ്ങനെ ഒരു ഫ്രീഡം നിനക്കുണ്ട്, അത് നീ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുള്ള രീതിയിലാണ് രാജുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ആക്ടർ ടു ആക്ടർ ഒരു പെക് ടോക്കിൽ രാജുവേട്ടനോട് പറഞ്ഞാണ്. എന്നെ സംബന്ധിച്ചിട്ട്, ഗോകുലിനെ സംബന്ധിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു മരുഭൂമി കാണുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ട രീതിയിലുള്ള ഇപ്പോൾ സഹാറ മരുഭൂമി ആയാലും വാദിറ മരുഭൂമി, സഹാറ മരുഭൂമിയൊക്കെ നമ്മൾ പണ്ട് ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ആ മരുഭൂമി കാണുന്നത്. അപ്പോൾ പകൽ എക്സ്ട്രീം ഹീറ്റും രാത്രി എക്സ്ട്രീം തണുപ്പുമാണ് മരുഭൂമിക്കുള്ളത്. അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അത് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ സമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നമ്മളൊരു ദിവസം മഴ പെയ്തിട്ട് നമ്മൾ ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, മരുഭൂമിയിൽ മഴ പെയ്തിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ സാൻഡ് സ്റ്റോം, അത് പൊടിക്കാറ്റ്, നമ്മൾ റിയലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു വളരെ ഭയങ്കരമായിട്ട് പൊടി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും ഇതുപോലെ പെൻഗിനുകളെ പോലെ കവർ ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഞാനും രാജുവേട്ടനും ജിമ്മിച്ചായനും ഞങ്ങൾ 3 പേരും ഒരു കവറിങ്ങും ഇല്ലാതെ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളെ മൂക്കിലും വായിലൊക്കെ പൊടിയൊക്കെ കയറിയിട്ട് നമ്മൾ കഫം എടുക്കുമ്പോഴൊക്കെ ഫുള്ള് നമ്മൾ പൊടിയും മണ്ണൊക്കെ കടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് ബ്ലസ്സി സാർ രാജുവേട്ടനൊക്കെ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഈ പൊടി പോകാനുള്ള രീതിക്കൊക്കെ ഉള്ള
മരുന്നൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ രാവിലെയൊക്കെ എക്സ്ട്രീം ഹീറ്റാണ്, സൺ സ്ട്രോക്ക് അടിക്കുന്ന ടൈപ്പ് ഹീറ്റാണ്. നമ്മൾ മരുഭൂമിയിൽ വിട്ട് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മളെ മുഖം മാറിയതും കളറ് മാറിയതൊക്കെ. നമ്മളെ ഇട്ട ഡ്രസ്സിൻ്റെ താഴത്തേക്ക് മൊത്തം വേറെ കളറും ഡ്രസ്സിൻ്റെ മുകളിലേക്ക് മൊത്തം ഒറിജിനൽ കളറും, അത് മൊത്തം കരിവാളിച്ച് ഒരു അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ മരുഭൂമി ഒരു ഹാർഷായിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു, ഭയങ്കര ഹാർഷായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ മൊമെൻറ്റും. കാരണം എല്ലാം നമ്മളെ സംബന്ധിച്ചിട്ടൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം അതും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കുറേ അധികം ഇൻസ്പിറേഷനായിട്ടുള്ള സ്റ്റോറികൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ നടന്മാർ, ക്രിസ്ത്യൻ ബെയിലിനെ പോലുള്ള നടൻ, അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ പുഴുക്കളെ തിന്നിട്ടുണ്ട്, മെലിഞ്ഞിട്ട് പുഴുക്കളെ തിന്നിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എക്സ്ട്രീം മെലിഞ്ഞിട്ടുണ്ട്. വേറൊരു ഫ്യൂറിയിൽ ഒരു നടൻ, അദ്ദേഹം കുളിക്കാതെ നിന്നിട്ടുണ്ട് വേൾഡ് വാർ 2 ഒരു മൂഡ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യായിരുന്നു. എന്നെ സംബന്ധിച്ചിട്ട് അവൻ അനുഭവിച്ച കാര്യങ്ങൾ ഒരു ശതമാനമെങ്കിലും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ശതമാനമെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവനെ ഞാൻ പോർട്രേ ചെയ്യുക, ഞാൻ എങ്ങനെയാണ് അവന് നീതി പുലർത്തുക എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ അതൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്തത്. കാരണം ആ സംഭവങ്ങൾ അറിഞ്ഞാൽ, ഞാൻ കുടിക്കാതെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ എന്നിലുണ്ടാവുന്ന മാറ്റങ്ങൾ, എൻ്റെ മെൻ്റലി എനിക്കുണ്ടാവുന്ന മാറ്റങ്ങളും ഫിസിക്കലി എനിക്കുണ്ടാവുന്ന മാറ്റങ്ങളും, അതിൻ്റെയൊക്കെ ഒരു ഇമോഷണൽ മെമ്മറി എൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ ഇപ്പോൾ ഷോട്ട് എടുക്കുമ്പോഴും സീൻ എടുക്കുമ്പോഴൊക്കെ അത് ഹെൽപ്ഫുള്ളാവുന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യായിരുന്നു. അപ്പോൾ സെലിബ്രിറ്റി ലൈഫ് ആക്ച്വലി ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും വല്ലാതെ അങ്ങ് ചിന്തിച്ചിട്ടില്ല, കാട് കയറി ചിന്തിച്ചിട്ടില്ല. ആക്ച്വലി വരുന്നത് ലെറ്റ് ഇറ്റ് ബി, വരുന്നത് വരട്ടെ, എന്താണെങ്കിലും 2 കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് എന്താണെങ്കിലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇറ്റ്സ് നല്ലതാണല്ലോ. നമ്മുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനും ബാക്കിയുള്ള ലൈഫിനും എന്താണെങ്കിലും നമുക്ക് തരുന്ന എന്താ പറയുക, ഒരു ബൂസ്റ്റാണല്ലോ എന്താണെങ്കിലും. അപ്പോൾ സെലിബ്രിറ്റി ലൈഫിനെ പറ്റി ഞാനധികം ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇനി എന്താ ഉണ്ടാകാൻ പോകാമെന്നും അറിയില്ല. അപ്പോൾ എന്താ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയില്ലേ. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഒരു ആക്ടറായിട്ടാണ്. അപ്പോൾ ഞാൻ ആ സെറ്റിൽ പോകുന്നത്. അപ്പോൾ അവിടെ എത്തി ആക്ടർ എന്നുള്ള രീതിയിൽ കിട്ടുന്ന ഒരു പരിഗണന ഉണ്ട് കേട്ടോ. അത് വേറെ രീതിയിലുള്ളൊരു പരിഗണനയാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. നല്ല ട്രീറ്റ്മെൻറ്റ്, നല്ല ആദ്യമായിട്ട് വരുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലല്ലാതെ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റും, എല്ലാവരും നല്ല കെയറിങ്ങും. കാരണം സെറ്റിൽ ഏറ്റവും ചെറിയ ആൾ എപ്പോഴും, അത് ഫസ്റ്റ് ഷെഡ്യൂളാവട്ടെ ലാസ്റ്റ് ഷെഡ്യൂളാവട്ടെ, സെറ്റിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഞാനായിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പാമ്പറിങ് കിട്ടിയിട്ട് എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയം കഴിയുമ്പോൾ ഞാൻ നേരെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പണിക്ക് വേണ്ടി കയറും. അപ്പോൾ ആ സമയത്തൊക്കെ നീ പോയി ആടിനെ ഓടിക്കടാ, ആടിനെ ശരിയാക്കി നിർത്ത്, ഒട്ടകത്തിനെ ശരിയാക്കി നിർത്ത്, ആ രീതിയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആകുമ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലും ആയിരുന്നു സെറ്റിലൊക്കെ. അപ്പോൾ പക്ഷേ ആ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ സമയത്താണ് ഞാൻ കൂടുതലും നമ്മുടെ സെറ്റിലുള്ള എല്ലാവരുമായിട്ടും ഞാൻ കണക്ട് ചെയ്തത്, വല്ലാത്ത രീതിയിൽ കണക്ട് ചെയ്തതും, എല്ലാവരും അവരുടേതായിട്ടുള്ള കഥകൾ കേൾക്കുന്നതും, അവരുടെ ഫാമിലീനെ പറ്റിയിട്ടും അവരുടെ എല്ലാം പറ്റിയിട്ടും, സെറ്റിലുള്ള എല്ലാവരെ പറ്റിയിട്ടും കണക്ട് ചെയ്തിട്ട് അവരൊരു കൊച്ചനിയനായിട്ട് ഞാൻ മാറിയത് മേ ബി അതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ആ ആക്ടർ എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. സാറ് ആകെ എൻ്റെ ഈ 10 വിരലിൽ എണ്ണാവുന്ന സിനിമകളെ ബ്ലസ്സി സാറ് ഇന്നേ വരെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കറിയാം എത്ര ആഴത്തിലുള്ള സിനിമകളാണ് ബ്ലസ്സി സാർ എന്നുള്ളൊരു ഡയറക്ടർ, ഒരു ഫിലിം മേക്കർ എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ബ്ലസ്സി സാറിൻ്റെ തന്മാത്രയാവട്ടെ, കാഴ്ചയാവട്ടെ, കൽക്കട്ട ന്യൂസ് ആവട്ടെ, പ്രണയമാവട്ടെ, ഭ്രമരമാവട്ടെ, എല്ലാം ഭയങ്കര, അത് അവസാനത്തെ ടൈറ്റിൽ കാർഡ് ഡയറക്റ്റഡ് ബൈ ബ്ലസ്സി എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരു കരച്ചിലോടെ ഇല്ലാതെ ഒരാളും പുറത്തിറങ്ങിയിട്ട് പോയിട്ടില്ല. അത് നമുക്കെല്ലാ മലയാളികൾക്കും അറിയുന്നൊരു കാര്യമാണ്. ആ ഒരു ഡയറക്ടറിൻ്റെ ഹിസ് മാഗ്നം ഓപ്പസ് അതാണ് ഈ ആടുജീവിതം എന്നുള്ള സിനിമ. അദ്ദേഹത്തിൻ്റെ ഇന്നേ വരെയുള്ളതിൽ വെച്ചിട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ബെസ്റ്റ് വർക്ക്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്കാണ് ഈ ആടുജീവിതം, ഗോഡ് ലൈഫ് എന്നുള്ള സിനിമ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത എഫോർട്ട്, അദ്ദേഹം എടുത്ത റിസർച്ചുകൾ, അദ്ദേഹം എടുത്ത എന്താ പറയുക ഹിസ് ഡെഡിക്കേഷൻ ആൻഡ് ഒരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ഞാൻ വിട്ടു കൊടുക്കില്ല, ഞാൻ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു
ഒരു മൈൻഡ് സെറ്റ്, ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ എന്താ പറയുക, ഒരു ബഡ്ഡിങ് ആക്ടർ എന്നുള്ള നിലയിൽ എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തൊരു പേഴ്സണാലിറ്റിയാണ് ബ്ലസ്സി സാർ എന്നുള്ള ഫിലിം മേക്കർ ആൻഡ് ഓൾസോ ബ്ലസ്സി സാർ എന്നുള്ള പേഴ്സണും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 17-18 വയസ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 17-18 വയസ്സുള്ള ആൾക്ക് അത് ആളെ സംബന്ധിച്ചൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ആ നോവൽ വായിച്ചും കൂടി കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് വളരെ ആഴത്തിലേറിയൊരു കഥാപാത്രമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ്, എന്നെ മൊറാൽ ബൂസ്റ്റ് ചെയ്തതും ബ്ലസ്സി സാറും രാജുവേട്ടനും പിന്നെ കൂടെയുള്ള എല്ലാവരുമാണ്. അത് ഇപ്പോൾ സെറ്റിലുണ്ടായ എല്ലാവരും, ഇപ്പോൾ രഞ്ജിത്തേട്ടനായാലും, ഇപ്പോൾ ബാക്കി കുറേ പേരുണ്ട്, പേരുകൾ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. എല്ലാവരും, ഇപ്പോൾ ക്രൂവിൻ്റെ എല്ലാവരും, അവരെല്ലാവരും തന്ന സപ്പോർട്ടും അവർ ഓരോ ഷോട്ട് കഴിയുമ്പോഴും അവരെല്ലാം തന്ന ഫീഡ്ബാക്കുകളും ഫസ്റ്റ് ഷെഡ്യൂളിൽ ആ തന്ന സംഭവങ്ങൾ എൻ്റെ കോൺഫിഡൻസിനെ വളരെയധികം ബൂസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ഷോട്ട് കഴിയുമ്പോഴും രാജുവേട്ടനും ഇപ്പോൾ ബ്ലസ്സി സാറും എൻ്റെ അടുത്ത് വന്ന് പറയും നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചൊരു ആക്ടറിന് അതൊരു എന്താ പറയുക, വളരെ എൻ്റെ മൊറാൽ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോംപ്ലിമെൻറ്റ്സ് ആണ്. സോ അപ്പോൾ അതിനുശേഷം ഇവരൊക്കെ ഉയർത്തി തന്ന കോൺഫിഡൻസിലാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ, എനിക്ക് എല്ലാം കോമ്പിനേഷൻ സീൻസാണ് ഉള്ളത് ഈ സിനിമയിൽ. ഇപ്പോൾ രാജുവേട്ടൻ്റെ ഒപ്പരം, ജിമ്മിച്ചായൻ്റെ ഒപ്പരം, റിക്കിൻ്റെ ഒപ്പരം, താലിബ് സാറിൻ്റെ ഒപ്പരം, ഇവരുടെയൊക്കെ കൂടെയാണ് ഞാൻ കോമ്പിനേഷൻ സീൻസ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. സോ അപ്പോൾ ഇവരുടെയൊക്കെ കാണുമ്പോൾ, ഇവരൊക്കെ ചെയ്യുന്ന വർക്ക് കാണുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക, ഇത് ഇരട്ടി ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുക ഓരോ സീനിലും. അപ്പോൾ അതിനൊത്ത് ഉയരാന്നുള്ളത് എന്നെ സംബന്ധിച്ച് ചലഞ്ച്. ഇവർ തരുമ്പോൾ പിന്നെ എനിക്ക് തിരിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് തോന്നിയത്. അവർ ക്യാമറയുടെ മുമ്പിലെത്തുമ്പോൾ വേറൊരു മനുഷ്യനാവാണ് ഇവരെല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആക്ച്വലി ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഇവരൊക്കെ എന്നെ സംബന്ധിച്ചിട്ട്. ഇവർ ചെയ്യുന്ന വർക്കുകളും ഇവരതിന് മുന്നേ എടുക്കുന്ന ഒബ്സർവേഷനുകളും, ഇവർ എല്ലാവരും ഭയങ്കര ഒബ്സർവേഴ്സാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ രാജുവേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരു ദിവസം, ഞാൻ ഫസ്റ്റ് ഷെഡ്യൂളിലായ സമയത്ത് മരുഭൂമിയിൽ എല്ലാവരും കണ്ണടച്ചോണ്ടിരിക്കും, അങ്ങനെയൊരു സംഭവമുണ്ട്. മണൽക്കാറ്റൊക്കെ വരുന്ന സമയത്ത് കണ്ണടച്ചോണ്ടിരിക്കും. അപ്പോൾ ആ ഒരു മാനറിസം രാജുവേട്ടൻ പിന്നീട് ഉള്ള സീനുകളിൽ രാജുവേട്ടൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്, ഈ കണ്ണിങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുന്ന ഒരു മാനറിസം. അപ്പോൾ അങ്ങനത്തെ ഒബ്സർവേഷനൊക്കെ ഇവർ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അവരെപ്പോലെ ഒബ്സർവർ ആവാനും, നല്ലൊരു ഒബ്സർവർ ആവാനാണ് അവരെന്നോട് എപ്പോഴും പറയൽ. അപ്പോൾ അങ്ങനെ കുറേ ഇൻഫോസും അങ്ങനെ അഡ്വൈസസും എനിക്ക് അവരെല്ലാവരും തന്നിട്ടുണ്ട്. ഇപ്പോൾ ജിമ്മിച്ചായനായാലും ആളുടെ ഒരു ആക്ടിങ് സ്റ്റൈലുണ്ട്, ഒരു ഭയങ്കര സബ്റ്റിലായിട്ടുള്ള കുറേ മൈന്യൂട്ട് എക്സ്പ്രഷൻസൊക്കെ നമ്മൾ കണ്ടിട്ട് അയ്യോ എന്ന് പറഞ്ഞ് അമ്പരന്നൊക്കെ നിന്നിട്ടുണ്ട്. താലിബ് സാറായാലും അത് നമ്മൾ ചില ആളുകളെ പറ്റി പറയില്ല, വായിൽ കൈയിട്ട കടിക്കാത്ത മനുഷ്യന്മാരെന്നൊക്കെ പറയില്ലേ, അതുപോലൊരു മനുഷ്യനാണ് ഈ താലിബ് സാർ എന്ന് പറയുന്നത്. പക്ഷേ ക്യാമറയുടെ മുമ്പിലെത്തുമ്പോൾ ഒരു റഫ് വില്ലൻ ഒരു ഗെറ്റപ്പിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഇവരിതൊക്കെ, റിക്കും ഇതേപോലെ തന്നെ എപ്പോഴും ക്യാരക്ടർ പിടിച്ചിട്ട് ഒരു മൂഡിലിങ്ങനെ സെറ്റിലൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടും ഇവരൊക്കെ ചെയ്യുന്ന ഓരോ മെത്തേഡുകളും കാര്യങ്ങളും എന്നെ സംബന്ധിച്ച് ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ ബെസ്റ്റ് തിങ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്നെ സംബന്ധിച്ചിട്ടൊരു ആക്ടർ എന്ന രീതിയിൽ എപ്പോഴും ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ അവരുടെ അടുത്ത് നിന്നൊക്കെ പഠിച്ചത്. ഒരു സീക്വൻസ് ഉണ്ടായിട്ടുണ്ട്, അതിൽ ഞങ്ങൾ 3 വർഷത്തിന് ശേഷം മീറ്റ് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട്. അതിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു കോൺവെർസേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക ആളുടെ കണ്ണും ആളുടെ ഒരു വിറയലും, എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള വിറയൽ, അത് കണ്ടിട്ട് എനിക്കും സത്യം പറയുകയാണെങ്കിൽ എനിക്കും കരച്ചിൽ വന്നു. ഞാനും പൊട്ടി, അതേപോലെ പൊട്ടി. ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ആ രീതിയിൽ എനിക്ക് പൊട്ടി. പൊട്ടലിലാണ് ഞാനും ഡയലോഗ് പറയുന്നത്. ആൾ തന്നത് ഞാൻ തിരിച്ച് ആൾക്ക് കൊടുത്ത്, അപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തതിന് എനിക്ക് റെസ്പോണ്ട് ചെയ്യുക, അങ്ങനെ
ഒരു കൊടുക്കൽ വാങ്ങൽ സംഭവം ആ സീനിൽ നടന്നിട്ടുണ്ട്. ഞാൻ ആ സീൻ കഴിഞ്ഞിട്ട് ഞാൻ രാജുവേട്ടൻ്റെ അടുത്ത് പോയിട്ടൊരു ചെറിയൊരു ഒരു മൂഡ് മാറിയിട്ട് ഒരു കരച്ചിൽ, ഒരു ചെറിയൊരു വിഷമം മൂഡൊക്കെ ആയിട്ട് രാജുവേട്ടൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നൊന്നര പെർഫോമൻസായി പോയിട്ട് രാജുവേട്ടാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സീക്വൻസിലൊക്കെ അതിന് തൊട്ട് മുന്നേ അന്ന് ആ സീക്വൻസ് എടുക്കുന്നതിൻ്റെ ദിവസത്തിൻ്റെ അന്ന് രാവിലെ സെറ്റിലെത്തിയിട്ട് സാറ് എൻ്റെ അടുത്ത് ഒരു 15 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. ഈ സീനിനെ പറ്റിയിട്ടും ഈ സീൻ എങ്ങനെയാണ് എടുക്കുന്നത്, ഈ സീൻ എന്താണ്, ഇതുവരെ ഹക്കീമിൻ്റെ എല്ലാ ജേണിയും, ഹക്കീമിനെ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും, അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവൻ ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ്, എനിക്ക് എങ്ങനെയാണ് ഇവൻ ഇങ്ങനെയായിരിക്കും എൻ്റെ ഒരു വിഷനിൽ ഇപ്പോൾ ബിഹേവ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ സാർ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ദിവസം മൊത്തം ഞാൻ ആരുടെ അടുത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല. ആരുടെ സംസാരിക്കാതെ ഒരു സ്ഥലത്ത് മാറിയിരുന്ന് മൂലയ്ക്ക് മാറിയിരുന്നിട്ട് ഇപ്പോൾ ഷോട്ട് എടുക്കുന്നു, ഒരു സ്ഥലത്ത് പോയിരിക്കും, എന്നിട്ട് ആരോട് സംസാരിക്കുകയൊന്നുമില്ല. എന്നിട്ട് ആ ഷോട്ട് എടുക്കുന്ന ആ മൂഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതിനിങ്ങനെ ഇൻറ്റൻസ് ചെയ്തിട്ട് അങ്ങനെ ഒരു മൂഡിലായിരുന്നു അന്ന് ആ സീന് തീരുന്നവരെ. അത് ഒരിക്കലും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് മൊത്തം തീർത്തത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആ ഒരു മൂഡിൽ അതും ഭയങ്കര മെൻ്റൽ ടോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്താ പറയുക, എന്തൊക്കെയോ എന്തോ നമ്മൾ കയ്യിൽ നിന്ന് വരിക എന്നൊക്കെ പറയില്ല, കുറേ സാധനങ്ങളൊക്കെ എന്തോ കയ്യിൽ നിന്നൊക്കെ വന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ട് ചെയ്യല്ല, എന്തോ സംഭവം ഇങ്ങനെ എന്തോ മാജിക് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള നമ്മൾ ഉള്ളിൽ തന്നെ തോന്നൂല ചിലപ്പോൾ ചില സാധനങ്ങൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീനിൻ്റെ ഇടയിൽ രാജുവേട്ടൻ ഒരു ചെറിയ ഷോട്ട് ഉണ്ടായിരുന്നു, രാജുവേട്ടനെ പിടിക്കുന്നൊരു ഷോട്ടുണ്ട്. ആ ഷോട്ടിൻ്റെ ഇടയിൽ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു ലുക്ക് കൊടുത്ത് ഭയങ്കര ഇൻറ്റൻസ് ലുക്കായിട്ട് അത് തന്നെ കീപ്പ് ചെയ്യുക, അതന്നെ ഇനി അടുത്ത ഷോട്ടിൻ്റെ കണ്ടിന്യൂറ്റി എടുക്കുമ്പോൾ അതേ ഷോട്ട് തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു സീഷർ മോഡൽ, ഒരു അപസ്മാരം പിടിച്ചൊരു ഞാൻ ഇതിനു മുന്നേ അപസ്മാരം പിടിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപസ്മാരം പിടിച്ച ഒരാളെ കുറച്ച് മാനറിസങ്ങൾ ഞാൻ ഇതിനു മുന്നേ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് അസംബ്ലിയിൽ ഒരു കുട്ടി തലറങ്ങി വീണിട്ട് ഇതുപോലെ അപസ്മാരം പിടിച്ചൊരു സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലൊരു സംഭവം ആ ഒരു മാനറിസങ്ങൾ ഞാൻ അതിൽ ഈ ഒരു കഥാപാത്രത്തിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതും ഇപ്പോൾ ബ്ലസ്സി സാറും രാജുവേട്ടനും പറഞ്ഞു അത് കറക്റ്റാണ്, ആ ഒരു മീറ്റർ തന്നെ ഇനി അടുത്ത ഇത് വരുമ്പോഴും പിടിക്കണം, ഇത് വിട്ടുപോയത് ഇത് തന്നെയാണ് കറക്റ്റാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെരിയോരെ റഹ്മാനെ ആ വരികളിൽ തന്നെ ഉണ്ട് നമ്മുടെ ദൈവത്തിനോട് ഒരു ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം, അത് ഒരു ഹോപ്പാണത്, ഒരു വിശ്വാസമാണ്. നമ്മളെ രക്ഷിക്കാൻ ഒരു പടച്ചവൻ മുകളിലുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ആ പാട്ട്. അതിൽ തന്നെ ഒരു വരിയുണ്ട്, ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും കൊച്ചു നുണക്കുഴിയും ഇഷ്കിൻ്റെ ഞെക്കുവിളക്കിൻ വെളിച്ചമാണ് ആ ഇരുട്ടറയിൽ, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ആ കണ്ണിൻ്റെ തുമ്പത്തെ തുള്ളിയാണ് എന്നോട് കൽബിൽ. അപ്പോൾ ആ കണ്ണിൻ്റെ, അപ്പോൾ ഹക്കീം ഒരാളെക്കുറിച്ച് ഓർത്തിട്ടാണ് അത് പാടുന്നത്. അത് ഉമ്മയാകാം, അവൻ്റെ കാമുകിയാകാം, അല്ലെങ്കിൽ അവൻ്റെ ഉപ്പയാകാം. അങ്ങനെ അത്രയും ഹക്കീമിനെ അവൻ്റെ മനസ്സ് തൊട്ടിട്ട് അവൻ ദിവസവും സ്ഥിരമായിട്ട് പാടുന്ന ഒരു പാട്ടാണത്. അപ്പോൾ ആ ഒരു പാട്ടെന്ന് പറയുന്നത് ഹക്കീമിനെ സംബന്ധിച്ചിട്ട് വളരെ ഇമോഷണലും പേഴ്സണലും ആയിട്ടുള്ളൊരു പാട്ടാണ്. അത് റഹ്മാൻ സാറ് വളരെ മനോഹരമായിട്ട് തന്നെ റഹ്മാൻ സാർ 2 വരി എഴുതിയിട്ടുള്ളൂ എന്നാണ് അതിൽ പറഞ്ഞത്. പെരിയോരെ റഹ്മാനെ, ഒരു വരി തന്നെ മതി, ആ ഒരു വരിയുടെ ഈണം തന്നെ മതി. നമ്മുടെ റഹ്മാൻ സാറിൻ്റെ മാജിക് എന്ന് പറയില്ലേ, കേട്ട് 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 നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ഉറച്ചു പോകുന്നൊരു പാട്ടാണ് പെരിയോരെ റഹ്മാനെ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് തരുന്നൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡ് ഉണ്ട് ആ പാട്ട് മൊത്തത്തിൽ കേൾക്കുമ്പോൾ. നമ്മൾ ലേറ്റ് നൈറ്റ്സിലൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു നനവോ എന്തോ ഒരു വേദനയോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ നമ്മളെ സൂത്തിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് തരുന്നൊരു പാട്ടാണ്. അപ്പോൾ അത് എൻ്റെ പാട്ടാണെന്നും അത് റഹ്മാൻ സാറിൻ്റെ ഈണങ്ങൾക്ക്, റഫീഖ് അഹമ്മദ് സാറിൻ്റെ വരികൾക്ക് എനിക്ക് ലിപ്പ് കൊടുക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ അതും ഇതുപോലെ തുടക്കത്തിൽ തന്നെ പറ്റിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ഓണറാണ്, എന്താ പറയുക, അഭിമാന മുഹൂർത്തമാണ്. ഇപ്പോഴും പറയാനുള്ളത് ആ കഥാപാത്രം അതായത് റിയലായിട്ട് അനുഭവിച്ചതിൻ്റെ കുറച്ച് പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. അദ്ദേഹം അനുഭവിച്ച വേദനകളും അദ്ദേഹം അനുഭവിച്ച യാതനകളും അത്രയും വലുതാണ്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി
ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ കോഴ്സ് ഞാൻ വളരെയധികം പ്രൗഡാണ്. എന്നെ സംബന്ധിച്ച് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഇത്രയും ഓഡിയൻസ് തരുന്ന സ്നേഹം, അവരൊക്കെ തരുന്ന കരുതലുകൾ, അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര വാല്യുബിളാണ്. സോ കണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം തുറന്നിട്ടുള്ളൊരു നന്ദി.